നമ്മളിന്ന് ഗൂഗിൾ മാപ്പിൽ എങ്ങനെ ഒരു പുതിയ ബിസിനസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇതാണ് പുതിയ ലോഗോ വന്നിട്ടുള്ളത്. ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിനെക്കുറിച്ച്, ഇല്ലാത്തവരൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ തുറന്നതിന് ശേഷം കോൺട്രിബ്യൂട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ആഡ് പ്ലേസ് എന്നുള്ള ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, മറ്റു വിവരങ്ങളൊക്കെ കൊടുക്കാം. ആദ്യമായിട്ട് പേരാണ് കൊടുക്കേണ്ടത്. ഞാനിന്നിവിടെ ഒരു പേര്, അതായത് ഒരു റിയൽ സ്റ്റോറിൻ്റെ പേര് തന്നെ കൊടുത്ത് ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പേര് ടൈപ്പ് ചെയ്യുക, സ്ഥാപനത്തിൻ്റെ പേര്. അതെന്താണെങ്കിലും ലൈസൻസ് എടുത്തിട്ടുള്ള ആ പേര് തന്നെ ആയിരിക്കും ഉചിതം, അല്ലെങ്കിൽ ബോർഡിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള പേരായിരിക്കും ഉചിതം. ഓക്കെ, അപ്പോൾ ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് കാറ്റഗറിയാണ്. കാറ്റഗറി ഏത് ടൈപ്പ് ബിസിനസ്സാണ് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിന്നിവിടെ ജനറൽ സ്റ്റോർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. തൊട്ടടുത്തായിട്ട് അഡ്രസ്സാണ്, അല്ലെങ്കിൽ ലൊക്കേഷൻ പിന്ന് ചെയ്യുന്ന ആ റെഡ് കളർ മാർക്ക് നമുക്ക് എക്സാക്റ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്താൽ മതി. ഓക്കെ കൊടുത്താൽ മതി. റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഞാനതുകൊണ്ട് എക്സാക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്, ഓക്കെ കൊടുത്തു. അപ്പോൾ അഡ്രസ്സ് മുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണിക്കൂറുകൾ, അതായത് വർക്കിംഗ് അവേഴ്സ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ഏതൊക്കെ സമയങ്ങളിലാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സൺഡേ മുതൽ, സൺഡേ ഓഫ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യാതിരിക്കുക. ഏതൊക്കെ ദിവസങ്ങൾ ഓഫാണോ അതൊക്കെ ടിക്ക് ചെയ്യാതിരുന്നാൽ മതി. അല്ലാത്ത ദിവസങ്ങളൊക്കെ ടിക്ക് ചെയ്ത് മണിക്കൂറുകൾ കൊടുക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണെങ്കിൽ ആ 24 മണിക്കൂർ എന്നുള്ള ഓപ്പൺ 24 hours എന്നുള്ളതും കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എക്സെപ്ഷൻസോ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. തൊട്ടടുത്തത് അവർ ചോദിക്കുന്നത് വെബ്സൈറ്റ് ഉണ്ടോ എന്നാണ്. വെബ്സൈറ്റ് നോർമലി ഒത്തിരി ആളുകൾ കാണില്ല. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ അടുത്തത് ഫോട്ടോസ്. ഗാലറിയിൽ പോയിട്ട് സ്ഥാപനത്തിൻ്റെ നല്ല ഫ്രണ്ടിൽ നിന്നും അല്ലെങ്കിൽ പ്രോഡക്റ്റുകളുടെയൊക്കെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് എത്ര ഫോട്ടോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോസും അതിലേക്ക് ആഡ് ചെയ്യും. ഞാനിപ്പോൾ നിലവിൽ ഫോട്ടോസൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം സ്ഥാപനത്തിൻ്റെ ഫോട്ടോ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ ഫൈനൽ വർക്കുകളെല്ലാം തീർന്നു. ബേസിക് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ആവും. അപ്പോൾ അവർ ചോദിക്കും നിലവിലുള്ള ഒരു സ്ഥാപനം ഇതുപോലെ സിമിലർ സ്ഥാപനം കാണിക്കുന്നുണ്ട്, അതാണോ എന്ന് ചോദിക്കും. അതല്ലാന്ന് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ഫോട്ടോ വയ്ക്കുന്നുണ്ട്. ഫോട്ടോ വേണ്ടാന്ന് കണ്ടിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ലോക്കൽ ഗൈഡ് ചാനലിലൊക്കെ എൻറോൾ ആയിട്ടുള്ളവർക്ക് പോയിന്റ്സ് കാണിക്കുന്നതായിരിക്കും. ലോക്കൽ ഗൈഡ് ചാനൽ എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.